ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ ദിവസത്തിനുണ്ട് എല്ലാ കൃപകളും അവിടുന്ന് നൽകട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 21 അധ്യായം 8 വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് പറയുക: അവൻ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈശോ നൽകുന്ന ഒരു വാണിംഗ് ആണ്. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ പലര് നിങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് വരും. അതിൻ്റെ സാധ്യതകളുണ്ട്. അന്ത്യകാലത്തെക്കുറിച്ച് ഈശോ പറയുക. കള്ളപ്രവാചകന്മാരൊക്കെ ഇറങ്ങും, ഭീകര ദുരിതങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് പറയുക. ആരും നിങ്ങളെ വഴിതെറ്റി. ഈശോ ഒരു മുന്നറിയിപ്പ് നൽകുമ്പോൾ നമ്മളൊന്ന് ഓർത്തോണം, പലരും നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് വരും. ആരാ സൂക്ഷിക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കേണ്ടത്. ഈശോ പറയാണ്, നിന്റെ ജീവിതത്തെ നീ തന്നെ പൊതിഞ്ഞു പിടിച്ചു കൊള്ളണം. എങ്ങനെയാ നമ്മുടെ ജീവിതത്തെ പൊതിഞ്ഞു പിടിക്കുവാനായിട്ട് സാധിക്കുക? എങ്ങനെയാ കള്ളപ്രവാചകന്മാരും മറ്റ് പല ഇതും നമുക്ക് ഉണ്ടാകുമ്പോൾ എങ്ങനെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുക? എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റുക? അത് ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് പോകുമ്പോൾ ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവമായിട്ടുള്ള ലിങ്ക് ക്ലിയർ ആക്കണമെന്ന് മാത്രം. ഈശോയുമായിട്ട് ആഴമേറിയൊരു ബന്ധം നിനക്ക് ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നിന്നോടുള്ള ബന്ധത്തെ ആഴപ്പെടുത്തിക്കൊണ്ട് ചുറ്റുപാടും നടക്കുന്ന എല്ലാ സംഭവവാസങ്ങളും എല്ലാത്തിനെയും നല്ല രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട്, എല്ലാ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു